അതിനൊരു സാഹചര്യം മേനുമായിട്ട് ഇട്ടുന്നതാണ് ലല്ലുമായിട്ടുള്ളൊരു ഒളിച്ചോട്ടം. ഇപ്പൊ ലല്ലുമായിട്ട് ഒളിച്ചോടി ലല്ലുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ ലല്ലുമായിട്ട് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകില്ലേ? ഒരിക്കലും ഞാൻ അങ്ങനെ ഒരാളെ റിലേഷൻ എൻ്റെ കയ്യിൽ വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ വിട്ടു കൊടുക്കൂല. സഫയുടെ കാര്യം ഇപ്പോൾ ഇറ്റ്സ് മീ കൈസിൻ്റെ യൂട്യൂബ് ചാനലിൽ സഫയുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. സഫയുടെ ലല്ലുവിൻ്റെ ഫോട്ടോസ് വീഡിയോസ്. ടു ബി ഓണസ്റ്റ് എല്ലാം സത്യമായിട്ട് പറയുന്നതാണ്. അങ്ങനെ സഫ, ലല്ലു, ഫസ്മിന അവിഹിത പരമ്പരകൾക്ക് വിരാമം കുറിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ സഫയും ലല്ലും ഒരുമിച്ചുള്ള ഒരു റീലും ചില ഫോട്ടോകളും പുറത്തു വിട്ടതിന് പിന്നാലെ സഫ തന്നെ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് 2 ദിവസം മുമ്പേ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ സഫ തന്നെ അറിയാതെ സത്യം തുറന്നു പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഈ മാല ഇത് ഞാൻ വീഡിയോ ഇത് സിൽവർ, അത് വേറെ. ഞാനിപ്പോ അത് പറയുന്നില്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇത്ര നാൾ കള്ളം പിടിഞ്ഞു പിടിച്ചിട്ടു. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു. ഇത് വീഡിയോ ഇടുന്നവര് ബന്ധം ഉണ്ടാക്കിക്കോ ഉണ്ടാക്കാതിരുന്നു, എനിക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ പുള്ളി ഗോസിപ്പ് നോക്കിയിരിക്കുന്നവരാണോ? ഗോസിപ്പും കേട്ട് അവിടെ ഇവിടെയും തോണ്ടാത്ത കുറെ വീഡിയോയും കണ്ട് വന്നിരുന്നു. ലല്ലുവിന്റെ വീഡിയോ ബെസ്റ്റ്. ഇപ്പൊ നമ്മള് കുറ്റക്കാരായി. അല്ല മോളെ, ഈ ഗോസിപ്പ് എല്ലാം തുടങ്ങി വെച്ചത് ആരാണ്? നമ്മളാണോ? നീയൊക്കെ തന്നെ അല്ലേ? ഇന്റർവ്യൂകളെല്ലാം കയറിറങ്ങി എന്റെ ഭർത്താവ് എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, എന്നോട് മോശമായി പെരുമാറി, എന്നെ എടുത്തിട്ട് അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂ കൊടുത്ത ആരാണ്? ഞങ്ങളാണോ? അതും പറഞ്ഞ് നിന്റെ പ്രൈവറ്റ് ലൈഫ് പബ്ലിക് ലോകത്ത് എടുത്തിട്ട് സഹതാപം പിടിച്ചു പറ്റിയത് ആരാണ്? ഞങ്ങളാണോ? അന്ന് നിന്നോട് സ്നേഹവും സഹതാപവും ഒക്കെ തോന്നി നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അന്നേരം നിനക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണമായിരുന്നു അല്ലേ? അന്നേരം നിനക്ക് നാണമില്ല ആരാന്റെ ലൈഫിൽ കയറി ഗോസിപ്പ് ചകഞ്ഞെടുക്കാനൊന്നും ചോദിക്കാൻ ില്ലായിരുന്നു അല്ലേ? കാരണം ആ സമയത്ത് നിനക്ക് ഗാലറി സപ്പോർട്ട് ആയിരുന്നല്ലോ. പിന്നെ പതിയെ പതിയെ നിന്റെ ഉടായ്പകൾ പുറത്തു തരാൻ തുടങ്ങിയപ്പോ നീ മെല്ലെ പ്ലേറ്റ് മാറ്റി. അതിനുശേഷം നിന്റെ ജീവിതത്തെ കുറിച്ച് ചോദിക്കുന്നവരെല്ലാം ഗോസിപ്പ് ചെയ്യുന്നവരാക്കി മാറ്റി നീ അല്ലേ? കൊള്ളാം. എന്നാലും സഫ ഇത് വേണ്ടില്ലായിരുന്നു കേട്ടോ. ഒന്നില്ലെങ്കിൽ നിനക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്ത് നിന്നെ ഈ നിലയിലെത്തിച്ച ആൾക്കാരെ ഒറ്റയടിക്ക് നീ ഗോസിപ്പ് ചെയ്യുന്നവരാക്കി മാറ്റിയല്ലോ. നന്നായി. എന്തായാലും ബാക്കി പറന്തായാലും നിനക്കൊന്നും കാണാവില്ല ഇതൊന്ന് ചോദിച്ചുകൊണ്ടിരിക്കാൻ. വീഡിയോയുടെ ക്ലാരിറ്റി തരാമോ? എടാ, ആ വീഡിയോയിൽ തല കാണുന്നുണ്ടോ? അത് ആ വീഡിയോ ഇട്ടവൻ ആരാ? അവനോട് അന്വേഷിക്കുക. ആരാണ് അവനിക്ക് ആ വീഡിയോ ഇട്ടു കൊടുത്തത്? അവർക്കറിയാലോ കഥ എന്താ സംഭവം. ആ വീഡിയോ ഞാൻ തന്നെയാണ് ഇട്ടത്. എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ലല്ലുവളുടെ മടിയിൽ കിടക്കുന്ന ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പേ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ചർച്ച ആവുകയും റീച്ച് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വീഡിയോ എന്റെ മുഖം കാണുന്നില്ല. അപ്പൊ എങ്ങനെയാണ് അത് ഞാനാണെന്ന് ഉറപ്പിക്കുക എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ? ഇവിടെ അന്ന് ഞാൻ ചെയ്ത വീഡിയോ ഫുള്ളും കണ്ടില്ലെന്ന് തോന്നുന്നു. ഈ വീഡിയോ പുറത്തു വിട്ടതിന് പിന്നാലെ ഞാൻ 2 ഫോട്ടോയും കൂടി പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടായിരുന്നോ ആവോ? ഇനി കണ്ടില്ലെങ്കിൽ ഞാനത് ഒന്നുകൂടെ സൈഡിൽ കൊടുക്കാം. ഇത് കണ്ടാണെങ്കിൽ ആർക്കും ഡൗട്ട് ഉണ്ടാവില്ലല്ലോ ഇത് സഫയും ലല്ലു ആണെന്നുള്ളത്. ഇനി ഇത് AI ആണെന്നും പറഞ്ഞു വന്നേക്കരുത് കേട്ടോ. എന്തായാലും മോളെ, നീ ലല്ലായിട്ട് ഒളിച്ചോടിയിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതങ്ങ് തുറന്ന് സമ്മതിച്ചേക്ക്. പ്രശ്നം തീർന്നില്ലേ? എന്തിനാ വെറുതെ ഇങ്ങനെ ഉരുണ്ട് കളിച്ചിട്ട് വീണ്ടും വീണ്ടും ഊക്ക് വാങ്ങിച്ചു കൂട്ടുന്നത്? സത്യം അങ്ങ് തുറന്ന് സമ്മതിച്ച പിന്നെ ആരും നിന്നോടൊന്നും ചോദിക്കാനും വരില്ല. നിനക്ക് തന്നെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ജീവിക്കുകയും ചെയ്യാം. അത്രേ ഉള്ളൂ. ബാക്കി പറഞ്ഞാലും പൊന്നാരം കൊണ്ട് കുളിച്ചം പൊക്കിയപ്പോൾ നിന്റെ വീഡിയോ എക്സ്പോസ് ആക്കിയതാണ്. ഫസ്മിനാനെ ഞാൻ കുറ്റം പറയത്തില്ല. ഫസ്മിന ജെന്യൂനാണ്. എല്ലാത്തിനും ജെന്യൂനാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഓള് പാവാ. ആര്? ഫസ്മിന. നിന്റെ കാമുകന്റെ ഭാര്യയായിട്ടുള്ള ഫസ്മിനെ കുറിച്ച് തന്നെയല്ലേ നീ പറയുന്നത്? ആള് മാറിപ്പോയിട്ടൊന്നില്ലല്ലോ അല്ലെ? എന്റെ പൊന്നു മോളെ, നീ ഉടായ്പാണെങ്കിൽ ഭൂലോക ഉടായ്പാണ് ഈ പറയുന്ന ഫസ്മിന എന്ന് പറയുന്നവൾ. വേണമെങ്കിൽ ഉടായ്പ് കണ്ടുപിടിച്ചത് അവളാണെന്ന് പറയേണ്ടി വരും. ഇവളെപ്പോലെ ഉടായ്പ് പെണ്ണിനെ ഞാൻ ഈ ഭൂലോകത്ത് കണ്ടിട്ടില്ല. നമുക്ക് അതിലേക്കൊക്കെ വരാം. എന്തായാലും ഇന്നലെ വരെ ഫസ്മിനെ കുറ്റം അറിഞ്ഞുകൊണ്ടിരുന്നവളാണ്. ഇപ്പൊ ഫസ്മിന പാവായി കേട്ടോ. അതിന് പിന്നിലൊക്കെ കാരണങ്ങളുണ്ട്. എന്താണെന്നല്ലേ കേട്ടോ. എനിക്ക് അറിയത്തില്ല. എടാ, അവർക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, സ്നാപ്ചാറ്റിൽ ഫുൾ ടൈം അവൈലബിൾ ആണ്. നിങ്ങൾ മെസ്സേജ് അപ്പൊ തന്നെ റിപ്ലൈ തരും. പിന്നെ എന്തിനാ എന്നോട് ചോദിക്കണേ? അതെ, എന്നോട് ചോദിക്കണേ. ലല്ലു എന്റെ അടുത്തൊന്നും ഇല്ല അല്ലെ? സംഭവം ലല്ലു അവളെ മൂഞ്ചിപ്പിച്ചു പോയി. അതാണ് സത്യം. അത് പിന്നെ ഓൾറെഡി എക്സ്പെക്ടഡ് ആണ്. എന്തായാലും ലല്ലു മൂഞ്ചിപ്പിച്ച് ഇറങ്ങി പോയത് പിന്നാലെ ഇവിടെ എന്ത് ചെയ്തു? നേരെ ഫസ്മിനായിട്ടൊക്കെ സമാധാന കരാറിലങ്ങ് ഏർപ്പെട്ടു. ഇനി നമ്മളായിട്ട് ഈ പ്രശ്നം എക്സ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട എന്നുള്ള രീതി. കാരണം ഇവളുടെ കുറച്ച് സംഭവങ്ങൾ ഫസ്മിനെ കയ്യിലുണ്ട്, ഫസ്മിനെ കുറച്ച് സംഭവങ്ങൾ ഇവളുടെ കയ്യിലുണ്ട്. അപ്പൊ രണ്ടും പുറത്തു വിട്ട് കഴിഞ്ഞാണെങ്കിൽ രണ്ടാൾക്കും നാറ്റക്കേസായി മാറില്ലോ. അപ്പൊ അതിന് നല്ലത് എന്താണ്? രണ്ടുപേരും തമ്മിൽ അങ്ങോട്ട് ഒരു സമാധാന കരാറിൽ ഏർപ്പെടുക. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പൊ ഇവര് തമ്മിൽ പടാ ദോസ്താണ് കേട്ടോ. ചങ്കും ചങ്കുമാണ് ഇപ്പൊ ഫസ്മിനെയും സഫയും തമ്മിൽ. ഇതൊക്കെ കാണണല്ലേ? ബാക്കി കണ്ടോക്കെ എന്തായാലും. Is the video of Lallu lying on his lap original? എനിക്കറിയത്തില്ല. ലല്ലുവിന്റെ കാര്യം എൻ്റെ അടുത്ത് ചോദിക്കേണ്ട. എൻ്റെ കൂടെ ഇല്ല അവൻ. അപ്പൊ അവൻ എന്ത് സംഭവം ബാംഗ്ലൂർ ഇടക്കുണ്ടാവും, ഇടക്കൂടെ ഉണ്ടാവും. അത് എന്ത് കഥ എനിക്കറിയില്ല. ലല്ലുവിന് കെട്ടിക്കൂടെന്ന് എനിക്ക് ആവശ്യമില്ല. എനിക്ക് കെട്ടണമെങ്കിൽ എനിക്ക് എപ്പോഴേ അവനെ കെട്ടാൻ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഒരു കുഴിയിൽ നിന്നെടുത്ത് ഒരു കുഴിയിലേക്ക് മാറി ആ കുഴിയിൽ നിന്നെടുത്ത് പടുകുഴിയിലേക്ക് ഞാൻ പോകണോ? നിങ്ങളൊന്ന് പറ. ഞാൻ ഇനി പടുകുഴിയിലേക്ക് പോകണോ? ഈ കുട്ടീനെ വെച്ച് ഞാൻ ഇനി പടുകുഴിയിൽ പോയിട്ട് ഞാൻ ഇനി എന്റെ ലൈഫ് ഞാൻ സ്പോയിൽ ചെയ്യണമെന്നാണോ നിങ്ങൾ പറയണേ? അതെ, ഇവിടെ പറഞ്ഞ മനസ്സിലായല്ലോ. ലല്ലു ഇപ്പൊ എവിടെയുണ്ട്, എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇനി ലല്ലായിട്ടൊരു റിലേഷൻഷിപ്പിലേക്ക് ഞാനില്ല. ഒരു കുയിന്ന് ഞാൻ പടുകുയിലോട്ട് ചാടണം എന്നൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. സംഭവം ഇവിടെ പറയേണ്ടതെല്ലാം അവിടെ ഇവിടെ കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളതൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കി പറയുന്നതായാലും
ഹസ്ബൻഡായിട്ട് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആ റീസൺ അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഒരു ലൂപ്പിൽ നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ അവളായിട്ട് മിണ്ടി, അവളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതെന്തിന് ഞാൻ മിണ്ടിയെന്ന് ഞാൻ പറയാൻ വന്നിട്ടില്ല, അവളും പറയാൻ വന്നിട്ടില്ല. അത് കുറച്ച് പേഴ്സണലാണ്. അതെ, അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. ഇത്രയും കാലം ഇവർ രണ്ടാളുടെയും ജീവിതം മൊത്തം പബ്ലിക്കിലിട്ട് കൊട്ടിയിട്ട് ഇപ്പൊ വന്നിട്ട് പറയാണ് ഇനി ഞങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതെല്ലാം പേഴ്സണലാണ് പോലും. സംഭവം ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തന്നെ സംഭവം. ഇവളുടെ കുറച്ച് സംഭവങ്ങൾ ഫസ്ബിന്റെ കയ്യിലുണ്ട്, ഫസ്ബിന്റെ കുറച്ച് സംഭവങ്ങൾ ഇവളുടെ കയ്യിലുണ്ട്. അത് രണ്ടും പുറത്ത് വിട്ട് കഴിഞ്ഞാണെങ്കിൽ രണ്ടാൾക്ക് ക്ഷീണം ചെയ്യും. അപ്പൊ പിന്നെ രണ്ടാളും മുന്നിൽ കണ്ട വഴി എന്താണ്, രണ്ടുപേരും തമ്മിൽ അങ്ങ് സമാധാന കരാറിൽ ഏർപ്പെടാം. ഇനി ഫസ്ബിനെ സഫിനെ കുറിച്ച് സംസാരിക്കാൻ പോണില്ല, സഫ് ഫസ്ബിനെ കുറിച്ച് സംസാരിക്കാൻ പോണില്ല. പോരെ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ മോളെ. ഇന്നലെ വരെ ഫസ്ബിനെ കുറ്റം പറഞ്ഞ് നടന്ന പെണ്ണാണ്, ഇന്നോള് ഫസ്ബിനെ പാവാണ് പോലും, ഫസ്ബിനെ പുണ്യാളത്തെ ആക്കാൻ വന്നേക്കുന്നു പോലും. ഒലക്ക ബാക്കി പറന്തായാലും. എടാ, ഒരാള് കരഞ്ഞ് സെന്റ് അടിക്കാൻ നല്ല സുഖമാണ്, അതെനിക്കും പറ്റും. എനിക്ക് ഈ വീഡിയോ ഓണാക്കി വെച്ചിട്ട് നല്ലോണം ഇരുന്ന് കരഞ്ഞ് എൻ്റെ ഫീലിങ്സ് എനിക്ക് പൊട്ടിക്കരഞ്ഞ് എനിക്ക് തീർക്കാൻ നല്ലോണം അറിയാം. എൻ്റെ കുട്ടീനെ എൻ്റെ കയ്യിൽ വെച്ചിട്ട് എനിക്കിരുന്ന് കരയാനറിയാം. എന്തെങ്കിലും സെന്റ് അടിച്ച ആളുകൾ എൻ്റെ അടുത്തേക്ക് വരില്ല എന്നാണോ? നല്ലോണം വരും. ആളുകൾ എൻ്റെ കൂടെ തന്നെ വരും. എത്ര തെറ്റ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വീഡിയോയിലെ ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരും. ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. ഞാൻ അങ്ങനെ ഉറപ്പിച്ച് വ്യാമോഹിക്കാനൊന്നും നിൽക്കേണ്ട മോളെ. ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല ഒരു പെണ്ണ് കരയുമ്പോഴേക്കും ആൾക്കാർ പിന്നാലെ കൂടാൻ. ഒരു 2-3 വർഷം മുന്നേക്ക് ആണെങ്കിൽ ഓക്കെ, നീ പറഞ്ഞ പോലെ ആളുകൾ ചെയ്യുമായിരിക്കും. പക്ഷെ ഇപ്പോ നീ ഇനി എന്തൊക്കെ കരഞ്ഞിട്ടും കാര്യമില്ല, ആൾക്കാർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു നീ ഉടായിപ്പാണെന്നുള്ളത്. അതുകൊണ്ട് നീ വല്ലാണ്ട് വിക്ടിം കാർഡ് ഇറക്കി കളിക്കാൻ നിൽക്കല്ലേ മോളെ. നീ ബാക്കി പറന്തായാലും. അപ്പൊ എൻ്റെ മോനെ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ എന്നെ തല്ലാന്ന് പറഞ്ഞെങ്കിൽ, എൻ്റെ മോനെ അലറിക്കൊണ്ടിരിക്കണമെങ്കിൽ ആ ഒരു ലെവല് അനുഭവിച്ചവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ലെവലിൽ നിന്നിട്ട് അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ് മേനു എനിക്കിനി വേണ്ട, ഞാൻ ഒറ്റയ്ക്കെങ്കിലും ജീവിച്ചോളാം എന്നുള്ളൊരു സംഭവം. കാരണം കുട്ടിക്ക് അത്ര ആയിട്ടുള്ളൂ, 7 മാസം ആ സമയത്താണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു ധൈര്യം ഞാൻ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഞാൻ മടുത്തോണ്ടായിരിക്കില്ലേ. അതിനൊരു സാഹചര്യം മേനുമായിട്ട് ഇട്ടുന്നതാണ് ലല്ലുമായിട്ടുള്ളൊരു ഒളിച്ചോട്ടം. അവസാനം പറഞ്ഞ എല്ലാരും ശ്രദ്ധിച്ച് കേട്ടല്ലോ. മെഹനായിട്ട് ഇട്ട് തന്നതാണ് ലല്ലുവായിട്ടുള്ള ഒളിച്ചോട്ടം എന്നുള്ളത്. വിച്ച് മീൻ ലല്ലുവായിട്ട് ഇവള് ഒളിച്ചോടിയിട്ടുണ്ട്, അത് ഇവള് തന്നെ പറയാതെ അങ്ങ് സമ്മതിച്ചു തന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അവൾക്ക് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. മെഹനായിട്ട് ഇട്ട് തന്നതാണ് ലല്ലുവായിട്ടുള്ള ഒളിച്ചോട്ടം എന്നൊക്കെ. എന്തായാലും മോളെ, നീയായിട്ട് സത്യം തുറന്ന് സമ്മതിച്ചല്ലോ, അത് മതി, അത് മാത്രം മതി. അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും മെനക്കെട്ടത്. എന്തായാലും ഇത്രയും സത്യം തുറന്ന് സമ്മതിച്ച് സ്ഥിതിക്ക് നീ ബാക്കി പറഞ്ഞാട്ടെ. ഇപ്പൊ ലല്ലുവായിട്ട് ഒളിച്ചോടി, ലല്ലുവായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ ലല്ലുവായിട്ട് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകില്ലേ? ഒരിക്കലും ഞാൻ അങ്ങനെ ഒരാളെ റിലേഷൻ എൻ്റെ കയ്യിൽ വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ വിട്ടുകൊടുക്കൂല. റിലേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അയാളെ വിട്ടുകൊടുക്കൂല. അത് ആർക്കാണെങ്കിലും ഞാൻ വിട്ടുകൊടുക്കൂല. മനസ്സിലായ? ഇത്ര നല്ല റിലേഷനിൽ സിൻസിയർ ആയിട്ടുള്ള ഒരു പെണ്ണിനെ ഞാൻ ആദ്യമായിട്ടേ കാണുന്നു. ഞാൻ റിലേഷനിലാവുമ്പോൾ ആർക്കും വിട്ടുകൊടുക്കൂല പോലും. എന്തായാലും ലല്ലു നിന്നെ മൂഞ്ചിപ്പിച്ച് കടന്നു കളഞ്ഞല്ലോ, നന്നായി. അവനെ പോലെ ഒരുത്തരുമായി റിലേഷനിൽ പോയതിന് നിനക്ക് ഇത് തന്നെ കിട്ടണം മോളെ. എന്തായാലും സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി സഫ നിനക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇനി നീ മിണ്ടണ്ട. ഇതുമായി ബന്ധപ്പെട്ട് ഇനി നീ സംസാരിക്കാനോ ഉരിയാടാനോ പോകണ്ട. നീ നിന്റെ കാര്യം നോക്കി അങ്ങ് ജീവിക്കാൻ നോക്കും. ഇനി ഇതിന്റെ പാലം പിടിച്ച് നീ മുന്നോട്ട് പോകും തോറും വീണ്ടും വീണ്ടും നീ ചീഞ്ഞ് നാറിക്കൊണ്ടേയിരിക്കും. എന്തായാലും നീ ചെയ്തല്ലോ നിനക്ക് കിട്ടിയല്ലോ, അത്രേ ഉള്ളൂ, അത് മതി. ഇനി ഇതിനെ കുറിച്ച് ഇന്നലെ ലല്ലുവിന്റെ ഭാര്യയായിട്ടുള്ള ഫസ്ബിനെ വീഡിയോ ചെയ്ത സമയത്ത് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്തായാലും കണ്ടോക്കാം. സഫയുടെ കാര്യം. ഇപ്പോൾ ഇറ്റ്സ് മീ കൈസിൻ്റെ യൂട്യൂബ് ചാനലിൽ സഫയുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, സഫയുടെ ലല്ലുവിൻ്റെ ഫോട്ടോസ് വീഡിയോസ്. ടു ബി ഹോണസ്റ്റ്, എല്ലാം സത്യമായിട്ട് പറയുന്നതാണല്ലോ. ടു ബി ഹോണസ്റ്റ്, ഞാൻ ഈ വീഡിയോസും ഫോട്ടോസും ഇതിന് ഉപരിയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. എനിക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഒരു 10-15 ദിവസം മുന്നേ റിയാക്ട് ചെയ്യായിരുന്നു. ബട്ട് നമ്മളൊരാൾക്ക് വാക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളിതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. ആൻഡ് ഐ ടോൾഡ് ഹർ, എനിക്ക് ഇനി അവളെ ശല്യപ്പെടുത്താനോ അവളുടെ കാര്യം ട്രബിൾ ചെയ്യാനോ താല്പര്യമില്ല. അതെ, ഞങ്ങൾ തമ്മിൽ സമാധാനക്കാരാൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇനി തൊട്ട് ഞാൻ അവളെ കുറിച്ചൊന്നും പറയത്തില്ല പോലും. ഇന്നലെ വരെ അവളെ പബ്ലിക്കിൽ വന്ന് പിച്ച് ചീന്തിയ പെണ്ണാണ് ഈ പറയുന്നത് ഓർക്കണം. ഇപ്പൊ അവളെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടില്ല പോലും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തന്നെ ഇവളെ ചീഞ്ഞ് നാറ്റിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ സഫയുടെ കൈ കിട്ടിയിട്ടുണ്ട്. സഫേന്റെ എന്തൊക്കെയോ സംഭവങ്ങൾ ഹസ്ബൻഡിന്റെ കയ്യിലും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ യുദ്ധം നിർത്തി വെച്ച് സമാധാനക്കാരല്ലാതെ 2 പേർക്കും മുന്നിൽ വേറെ നിവർത്തിയില്ല അല്ലേ. ബാക്കി പറഞ്ഞാലും അവളായ അവളുടെ പാടായ അവൾ അനുഭവിച്ച് അവൾക്ക് കിട്ടാനുള്ളത് കിട്ടി. ഞാൻ ഓൾറെഡി അവളോട് പറഞ്ഞായിരുന്നു 1 മാസത്തിൽ കൂടുതൽ പോയില്ലാന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു, 1 മാസത്തിനപ്പുറത്തോട്ടും പോയില്ല. സോ അവൾക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചോണ്ട് ഞാൻ ആ വിഷയത്തെ പറ്റി സംസാരിക്കത്തില്ല. അതെ, ഇനി അങ്ങോട്ട് പാലിച്ചല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്റെ എന്തെങ്കിലും സാധനങ്ങൾ അവളെടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാണെങ്കിൽ നീ ചീഞ്ഞ് നാറല്ലോ. അപ്പൊ അതിലും ഏതെങ്കിലുമൊക്കെ തന്നെ പോകുന്നതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ ഡയറിന്റെ സംഭവം എന്തായി മോളെ? നീ മറ്റേ ഡയറിയിൽ ജയന്റെ കൂടെ ജവാൻ ആൻഡ് ജോയിന്റ് അടിച്ചു, അവന്റെ കൂടെ സെക്സ് ചെയ്തു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ കുറിച്ച് എന്തായി? അതിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായി. ഇന്ന് വീഡിയോ ചെയ്യുന്ന നാളെ വീഡിയോ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇപ്പൊ 1 മാസമായി. എന്തായാലും നിനക്ക് പറയാനുള്ളത് നീ പറ. ഇനി നമുക്ക് എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് നമുക്ക് നിന്റെ ക്രെഡിബിലിറ്റിയിലോട്ട് പോകാം. ക്രെഡിബിലിറ്റിയിലോട്ട് പോകുന്നതിന് മുന്നേ ആ ഡയറിയുടെ പേജ് അവിടെ കൊടുക്കാം. 2026 ഫെബ്രുവരി ജവാൻ ആൻഡ് ജോയിൻ്റ് അടിച്ചു. അതിൻ്റെ താഴെ കുറച്ച് ഈ ഡയറി ശ്രദ്ധിച്ച് നോക്കുന്ന ആൾക്കാരാണ് ഞാൻ പറയാണ്, അവരെല്ലാം നൈറ്റ് പോയി എന്നവരിൽ അതിൽ വെണ്ടാക്കി അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ അവർ എന്ന് പറയുന്ന ആൾക്കാർ ആരാന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. യു ഓൾ ഹാവ് ഫ്രണ്ട്സ് ഹൂ യൂസ് ഡ്രഗ്സ്, ഹൂ ആർ ഇൻ ടു ഡ്രഗ്സ്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് എ പേഴ്സണൽ
അവരുടെ സ്വന്തം ഇഷ്ടമാണ്. അവർ ഡ്രഗ്സ് ഉപയോഗിക്കുക, ഡ്രഗ്സ് ഉപയോഗിക്കാണ്ടിരിക്കുക. എൻ്റെ ഫാമിലിയിൽ പോലും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം. അതെ, എല്ലാരും ഓള് ന്യായീകരണം കേട്ടല്ലോ അല്ലേ? ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഓള് ഒരു മാസം എടുത്തത്. എന്നാൽ ഓള് പറഞ്ഞ ന്യായീകരണം നോക്കി നിങ്ങള്. താഴെ ചെറിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരുന്നു പോലും. എന്താണ് എഴുതി വെച്ചത്? അവരെല്ലാം നൈറ്റ് പോയി, വിച്ച് മീൻസ് ഇവളുടെ ഫ്രണ്ട്സ് എല്ലാം നൈറ്റ് പോയി. അതിനർത്ഥം ജവാൻ എന്റെ ജോയിന്റ് അടിച്ചത് ഇവളല്ല, ഇവളുടെ ഫ്രണ്ട്സ് ആണ് പോലും. എങ്ങനെയുണ്ട് ഇവളുടെ ന്യായീകരണം? ഇത് പറയാനേ ഇവൾക്ക് ഒരു മാസം എടുത്ത്. അല്ല, ഇവിടെ പറഞ്ഞിട്ടും കാര്യമില്ല. കഷ്ടപ്പെട്ട് ഡയറിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തപ്പിയെടുക്കണമല്ലോ. അപ്പൊ കഷ്ടപ്പെട്ട് ഒരു മാസം കൊണ്ട് തപ്പിയെടുത്ത് കൊണ്ടുവന്നതാണത്. താഴെ ചെറിയ അക്ഷരത്തിൽ എഴുതി വെച്ചത് അവരെല്ലാം നൈറ്റ് പോയി എന്നുള്ളത്. അത് വെച്ച് ജവാൻ എന്റെ ജോയിന്റ് അടിച്ചത് ഇവള് ആക്കി മാറ്റിവള്. എന്താ ഓളെ ബുദ്ധി നോക്കി നിങ്ങള്? എല്ലാ ഫസ്മിന, നീ ആരെയാണ് ഈ പൊട്ടന്മാരാക്കാൻ നോക്കുന്നത്? കൊള്ളാൻ കേട്ടോ. ഇനി ഇവിടെ ജോയിന്റ് അടിക്കുന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലാബിലൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ലാബ് ടെസ്റ്റ് നടത്തി ഞാൻ റിസൾട്ട് എടുത്തു. സോ ഹിയർ വി ഗോ. There you see marijuana, which means joint. Joint not detected in my body. I am not a user of drugs, bro. നമുക്ക് DDRC പോയ വീഡിയോ കാണാം. ഓക്കെ, തെളിവിന് വേണ്ടി എല്ലാം നമ്മൾ തെളിവെടുക്കണമല്ലോ. സോ ദിസ് ഇസ് മീ ഗോയിങ് ടു DDRC. അത് കഴിഞ്ഞ് ഇവൻ ടോക്കൺ ചാർജ് എടുക്കാന്നൊക്കെ പറഞ്ഞ പൈസ ഞാൻ തന്നെ കൊടുത്തു കേട്ടോ. ബില്ല് പേ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ 5 പാനൽ എടുത്തു. പക്ഷേ ഷിബിലി ഇനി വരുവാണെങ്കിൽ നമ്മൾ 9 പാനലായിരിക്കും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 5 പാനലാണ് എടുത്തത്. ബിക്കോസ് 5 പാനൽ എന്ന് വെച്ചാൽ മെയിനായിട്ട് ജോയിൻറ്റിൻ്റെ വരെ ടെസ്റ്റ് ചെയ്യാനാണ് മരിജുവാന. സോ അതാ ഞാൻ പോയി ബാത്റൂം കയറുന്ന വരെ ഞാൻ വീഡിയോ എടുത്തു. യൂറിൻ എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, യൂറിൻ ഫില്ല് ചെയ്തു. യൂറിൻ എങ്ങനെ എടുക്കുന്നതെന്ന് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലോ. സോ യൂറിൻ ഫില്ല് ചെയ്യുന്ന അവിടെ ഫില്ല് ചെയ്ത് തിരിച്ചു വന്നു. ഖത്തം കലാസ്. ദിസ് ഇസ് മൈ റിപ്പോർട്ട്. നോട്ട് ഡിറ്റക്ട് ആണല്ലേ? അപ്പൊ ഇവളുടെ ശരീരത്തിൽ ഡ്രഗ് ഡിറ്റക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവള് പറയുന്നത്. അതൊക്കെ ശരി തന്നെ ആട്ടെ. ആ റിപ്പോർട്ടിലെ ഡേറ്റ് എന്നാണ്? 4/4/2026. എല്ലാരും കണ്ടല്ലോ. എത്രയാണ് ഡേറ്റ്? 4/4/2026. ഇനി ഇവൾ ജവാൻ എന്റെ ജോയിന്റ് അടിച്ചു എന്ന് ഡയറിയിൽ എഴുതി വെച്ച ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. എത്രയാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്? 2026 ഫെബ്രുവരിയിൽ. അതായത് ഇവൾ ഈ ഡയറിയിൽ ജവാൻ ആൻഡ് ജോയിന്റ് അടിച്ചു എന്ന് എഴുതി വെച്ച് 2 മാസം കഴിഞ്ഞിട്ടാണ് ഇവൾ ടെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ റിപ്പോർട്ടും പൊക്കി പിടിച്ച് കാണിച്ച് വന്നേക്കുവാണ്. ഞാൻ ജോയിന്റ് അടിക്കാറില്ല, എല്ലാവരും കണ്ടില്ലെന്നൊക്കെ. നമ്മൾ ആരാ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചോ? എടി പൊട്ടി പെണ്ണെ, നീ അന്ന് ഡ്രഗ് അടിച്ചിട്ടില്ല എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ നീ ലാബ് റിപ്പോർട്ട് എടുത്ത് കാണിക്കും, അല്ലാണ്ട് ഇന്നത്തെ അല്ല. പിന്നെ ഇന്നത്തെ കാലത്തൊക്കെ ഒരാൾക്ക് ലാബ് ടെസ്റ്റ് വഴി ഡ്രഗ് യൂസ് ചെയ്യില്ല എന്നൊക്കെ തെളിയിക്കാൻ എളുപ്പമാണ്. ഒരാഴ്ച ഡ്രഗ് യൂസ് ചെയ്യാണ്ടെങ്കിൽ ലാബ് ടെസ്റ്റ് ചെയ്താൽ മതി, സുഖമായിട്ട് തെളിയിക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വെക്കാം. എനിക്ക് ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഞാൻ ഡ്രഗ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതിനുവേണ്ടി ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? ഒരാഴ്ച ഞാൻ ഡ്രഗ് യൂസ് ചെയ്യുന്ന അങ്ങ് നിർത്താം. അങ്ങനെ നിർത്തിയതിന് ശേഷം ഞാൻ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ടെസ്റ്റ് ചെയ്താണെങ്കിൽ എന്റെ ശരീരത്തിൽ ഡ്രഗിന്റെ അംശം കണ്ടെത്താൻ പറ്റൂല, കാരണം ഞാൻ ഒരാഴ്ചയിൽ ഇത് യൂസ് ചെയ്യുന്നില്ലല്ലോ. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഫസ്മിനക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരാഴ്ച ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന അങ്ങ് നിർത്തി വെക്കാം, എന്നിട്ട് നേരെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. ശരീരത്തിൽ എവിടെയും ഡ്രഗ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂല. ഇത് ബുദ്ധിബോധമുള്ള ഏതൊരു ആൾക്കും മനസ്സിലാക്കും. നീ വല്ലാണ്ടെങ്കിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ നോക്കല്ലേ മോളെ. എന്തായാലും ഡ്രഗ് യൂസേജ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചോദിക്കുന്ന അതൊന്നുമല്ലല്ലോ. നിന്റെ അവിഹിത കാമുകനുണ്ടല്ലോ ജെ എന്ന് പറയുന്നവൻ, അവനെ കുറിച്ചാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അവനെ കുറിച്ച് പറഞ്ഞാട്ടെ. ഉള്ളി തിങ്സ് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വേറെ ആളിലോട്ട് അത് ഇടാണ്ടിരിക്കുക. ബിക്കോസ് യു ഡോണ്ട് നോ ഹൂ ഐ എം ഇൻ എ റിലേഷൻ വിത്ത്. അപ്പം നമ്മൾ ഈ ജെ എന്ന് പറഞ്ഞ് എൻ്റെ ഫോളോയിങ്ങിൽ പോയിട്ടുള്ള ജയിലോട്ട് പോകാണ്ടിരിക്കുക. ആൻഡ് ഒബ്വിയസ്ലി ഐ എം നോട്ട് എ ഫൂൾ. ഞാൻ ഒരിക്കലും എൻ്റെ റിലേഷൻ ഉണ്ട് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ ഫോളോ ചെയ്ത് വെക്കത്തില്ല. ബിക്കോസ് ഐ എം നോട്ട് എ ഫൂൾ. എനിക്കറിയാം എന്നെ ഉറ്റു നോക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടെന്ന്. സോ ഐ വോണ്ട് പബ്ലിക്കലി അത് ഞാൻ അത്ര എവിഡൻ്റ് ആക്കി വെക്കത്തില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ റോങ് ആൾക്കാരെ ഇൻറ്റൻറ്റ് ചെയ്ത് അവരുടെ ലൈഫ് കൊളാക്കൊണ്ടിരിക്കുക. ഇതിലില്ലാത്ത ആൾക്കാരെ ഇൻവോൾവ് ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് ദ ഗൈ ഹു വാസ് ഇൻവോൾവ് ഇൻ ദിസ് ഇസ് ഓൺലി 20 years old. അതൊരു ചെറുതാണ്, മനസ്സിലാക്കുക. ഐ എം 25, ഹീസ് 20. സോ അത്രയും ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറുക്കനെ പിടിച്ച് ഇതിലോട്ട് വലിച്ചിട്ടതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇറ്റ് ഈസ് എൻ്റെ മിസ്റ്റേക്ക് പോലും അല്ല, വേറെ ആരുടെയും മിസ്റ്റേക്ക് അല്ല. പക്ഷേ ഇത് ഷിബിലിയായിട്ട് ചെയ്തു വെച്ചതാണ്, ഷിബിലിയായിട്ട് ക്രിയേറ്റ് ചെയ്ത സ്റ്റോറിയാണ്. സോ അതിന് ഷിബിലിക്ക് കൊടുക്കാവുന്ന അപ്പുറം ഞാൻ കൊടുത്തിരിക്കും. ഇതിൽ ജയ എന്ന് പറയുന്ന ജലനായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ ആരും അവനെ പോയി തെറി വിളിക്കരുത്. ഇതെന്റെ മുൻ ഭർത്താവായിട്ടുള്ള ഷിബിലി അഥവാ ലല്ലു ഒപ്പിച്ച് വെച്ച പണികളാണ്, അവൻ കള്ളത്തരം പറഞ്ഞതാണ് എന്നൊക്കെയാണ് ഇവിടെ ഫസ്മിനെ പറഞ്ഞു വെക്കുന്നത് അല്ലേ. എന്നാൽ ഇവളുടെ കള്ളത്തരം നമ്മുടെ ലൈഫ് ഓഫ് അനന്തു കൃത്യമായിട്ട് പൊളിച്ചടക്കുന്നുണ്ട്. എന്തായാലും അതൊന്ന് കണ്ടോക്കി. ഡിസംബർ 16 ഇതാണ് ആ ഒരു വീഡിയോ. POV യു ഫെൽ ഇൻ ലവ് അഗെയിൻ. ഇതാണ് ആ ഒരു വീഡിയോ. ഇതിന്റെ അടിയിൽ എഴുതി വെച്ചേക്കുന്നത് ഹി വോണ്ട് മീ ടു ഡാൻസ് സോ ഹിയർ വി ഗോ എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി ആ ഒരു വീഡിയോ ആണ് അത് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ അടിയിൽ വന്ന ഒരു കമന്റ് ഞാൻ വെക്കാം. അവിടെ ഇതാണ്ട് കമന്റ്. ജലൻ ഒരു കരയുന്ന സംഭവം ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ മൈൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇത്തത്ത വന്നിട്ട് കമന്റ് അടിച്ചേക്കാടെ മൈൻ എന്നും പറഞ്ഞിട്ട് ഹി വോണ്ട് മീ ടു ഡാൻസ് എന്നും പറഞ്ഞിട്ടിട്ട് അങ്ങനെ ഒരു സാധനം ഇട്ടപ്പോൾ മൈൻ എന്നും പറഞ്ഞൊരു ഹാർട്ട് ഒക്കെ കൊടുത്ത് വന്ന്
കമന്റ് ഇടണമെങ്കിൽ ചില്ലറ. അപ്പൊ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ ഉള്ളത്? ഇതൊന്നും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള പ്രൂഫ് ഒന്നും അല്ലെന്ന് എനിക്കറിയാം. കഴിഞ്ഞില്ല, തുടങ്ങിയിട്ടേ ഉള്ളു. ഓക്കെ, ഈ സംഭവം നടക്കുന്നത് ഡിസംബർ 16. നമ്മുടെ ഇത്തത്താന്റെ കയ്യിൽ ഒരു ടാറ്റു അടിച്ചിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ ഒരു വിരലിലായിട്ട് ഇവിടെ ആയിട്ട് ഒരു ടാറ്റു, എഫ് എന്ന് പറയുന്ന ഒരു ടാറ്റു. നിങ്ങൾ എത്ര ശ്രദ്ധിച്ചായിരുന്നു? കാണിച്ചു തരാം. ഇത് ഡിസംബർ 26 ഇട്ട പോസ്റ്റ് ആണ്, വീഡിയോ ആണ്. റിപ്ലൈ ടു സം യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞ അക്ബർ ഖാന്റെ ടിൻഡർ ഇഷ്യൂ വന്ന സമയത്ത് അന്നേരം നോക്കുവാണെങ്കിൽ ഇതാണ്ടേ ഒരു ടാറ്റു നിങ്ങൾക്ക് കാണാൻ പറ്റും, എഫ് എന്ന് പറയുന്ന ഒരു ടാറ്റു ഈ വിരലിലായിട്ട്. പക്ഷേ ഡിസംബർ 23 ഇട്ട വീഡിയോ അതിനകത്ത് നോക്കുവാണെങ്കിൽ ഈ രണ്ട് കൈയിലും ടാറ്റു ഇല്ല. കണ്ടല്ലോ, രണ്ട് കൈയും കണ്ടല്ലോ, രണ്ട് കൈയിലും ടാറ്റു ഇല്ല. ഡിസംബർ 26 ടാറ്റു ഉണ്ട്. ഈ വീഡിയോയ്ക്ക് ഇടയിൽ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ എപ്പോഴെങ്കിലും ആയിരിക്കണം ഈ ടാറ്റു അടിച്ചിട്ടുള്ളത്. മേ ബി 23ന്റെ വീഡിയോ അതിന് മുമ്പ് എപ്പോഴെങ്കിലും എടുത്തതായിരിക്കണം, 26ന്റെ വീഡിയോ അതിന് മുമ്പ് എപ്പോഴെങ്കിലും എടുത്തതായിരിക്കണം അല്ലേ? അപ്പം നമുക്ക് അസ്യൂം ചെയ്യാം ഡിസംബർ 26 മുമ്പാണ് ഈ ഒരു ടാറ്റു അടിച്ചിരിക്കുന്നത്. ഈ രണ്ട് വീഡിയോ ഇടയിൽ എപ്പോഴാണ് ടാറ്റു അടിച്ചിരിക്കുന്നത്? ഡിസംബർ 16 ലല്ലുവിന് ഒരു ഡാൻസ് വീഡിയോ അയച്ചു കൊടുക്കുന്നു. അതിന്റെ അടി വന്നിട്ട് ജലൻ കമന്റ് ഇടുന്നു, അതിന്റെ അടി വന്നിട്ട് തിത്ത കമന്റ് ഇടുന്നു മൈനെന്നും പറഞ്ഞിട്ട്. ആൻഡ് ഈ ടാറ്റു ഒന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. ഇത് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എഫിന്റെ അടിയിൽ എന്തുവാടെ ഒരു വാല്. എഫ്, നിങ്ങൾ ആ എഫ് മാറ്റിയിട്ട് അതൊരു ജെ ആയിട്ടൊന്ന് കണക്കാക്കി നോക്കിയേ. എഫ് ജെ, എഫും ജെയും കൂടെ ചേർന്ന് ഒരു ടാറ്റു ആണ് അടിച്ചേക്കുന്നത്. ഓക്കെ, ആരാണപ്പോ ഈ ജെ? ഡയറിക്കകത്തൊരു ജെ ഉണ്ടായിരുന്നു, അതെന്തായാലും മറ്റേ പയ്യനല്ലെന്ന് ചാച്ചി പറയുന്നുണ്ട്. അപ്പം ജെ ആരുടെ ജെ? അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ജെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എവിടെ കാമുകൻ. കാമുകനെന്നോ ഫ്ലിംഗ് എന്നോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം, കാര്യം ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇവരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ ഈ കൊണ്ടു കിടക്കുന്ന പയ്യന്മാരെയൊക്കെ ചിലപ്പം ടാറ്റു കയ്യിലടിച്ച് വെക്കുമായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ഒരു കാര്യം പറയാൻ നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നവംബറിലാണ് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതെന്ന്. ഇതേ ജിമ്മിലെ ട്രെയിനറാണ് ഈ ജലൻ എന്ന് പറയുന്ന പയ്യൻ. എന്നിട്ട് ഡിസംബർ വരെ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു എന്നും പറയുന്നത്. എന്നാൽ ഡിസംബർ 20 തുടക്കത്തിലാണ് ഈ ഒരു ടാറ്റു കയ്യിൽ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 20 മുമ്പ് എപ്പോഴും ഇവർ റിലേഷൻഷിപ്പ് ആയിട്ടുണ്ട്. സെയിം ടൈമിൽ തന്നെ അതേ ഡിസംബറിൽ തന്നെ ലല്ലുവിനെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴയിൽ ലല്ലുവും വന്ന് കണ്ടിട്ടുണ്ട്. ലല്ലുവായിട്ടും ആ സമയത്ത് കോൺടാക്ട് ഉണ്ട്. അതിന്റെ ചാറ്റൊക്കെ ഇന്ന് തന്നെ വീഡിയോക്കകത്ത് പുറത്തുവിട്ടതാണ്, നിങ്ങൾ കണ്ടല്ലോ ഓൾറെഡി. ഇനി ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം ഗൈസ്. ബ്ലർ ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ വന്നിട്ട് പറയണ്ടായിരുന്നു എന്തെങ്കിലും ഇങ്ങനെയുള്ള ഫോട്ടോ എന്റെ നിങ്ങളുടെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതങ്ങ് പുറത്ത് വിട്ടോളാൻ, ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷെ ഫേസ് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി കംപ്ലൈന്റ് വരെ തരും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പുറത്ത് വിട്ടേനെ. ടാറ്റൂഡ് ഫോർ എവർ FJ. ഈ ടാറ്റു നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? ഈ ടാറ്റു നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കുറച്ചു മുമ്പേ കണ്ട ഈ സെയിം സാധനം, അതേ കൈ, നമ്മുടെ ജെ ആണ് കൈ പിടിച്ചേക്കുന്നത്. ഇനി അടുത്തത്, ഈ മസിൽ കണ്ടാ മനസ്സിലാവത്തില്ലയോ ഇത് ആരാണെന്ന്? ഇനി ഞാൻ പറഞ്ഞു തരണോ? കൂടുതൽ ഞാൻ പറഞ്ഞു തരണോ? ഈ മസിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ആരാണെന്ന്? 20 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ച് കുഞ്ഞ്. എടി നാണം ഉണ്ടോ നിനക്ക്? നാണം, ഉളുപ്പ്. ഇതും പോരാങ്കിൽ ഞാൻ ബ്ലർ ചെയ്ത് ഇതുകൂടെ ഇട്ട് തരാം. നിഴല് വെച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിക്കോ. ഇതും പോരാ, ഇത് നിനക്ക് പോരാ, ഇതും പോരാ, ഇതൂടെ പിടിച്ചോ. കാറിനകത്ത് ഇത്രയും തെളിവ് മതിയോ? ഇനിയും നീ പറ അവനുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഇല്ലെന്ന്. തൂക്കിയല്ലോ, സമാധാനമായല്ലോ. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? സ്വന്തം ഭർത്താവിന്റെ അവീതം പറഞ്ഞ് യൂട്യൂബിൽ അവരാധിക്കുന്ന സമയത്ത് ഇവളും അവീതത്തിന് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇവള് സ്വന്തം ഭർത്താവിന്റെ അവീത കഥകളൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ നോക്കിയത്. ഇപ്പോൾ ഇവര് തമ്മിൽ ഡിവേഴ്സ് ആയിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവളുടെ ഭർത്താവായിട്ടുള്ള ലല്ലു ഇവളുടെ അടുത്ത് നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പേ ഇവിടെ ജലനായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ കുറിച്ച് അനന്ത് പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. ലേശം ഉളുപ്പും നാണവും മാനുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, അതില്ലാന്നറിയാം. എന്നാലും ചോദിക്കാണ് ലേശം ഉളുപ്പ്. ഇനി നീ എന്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കുമോളെ, അതൊന്ന് കാണണം. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.